അഭിവന്ദ്യ തലശ്ശേരി അതിരൂപത മെത്രാൻ മാർ ജോസഫ് പാമ്പ്ളാനിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പരാമർശത്തെ ഭാരതീയ ജനതാ പാർട്ടി വളരെ ഗൗരവമായി കാണുകയാണ്. ആ പ്രസ്താവനയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ വിഷയമുണ്ടായപ്പോൾ ഏറ്റവും അധികം ആ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വിമർശിച്ച ഒരു പിതാവാണ് പാമ്പ്ളാനി പിതാവ്. ആ വിമർശനങ്ങളെ വളരെ സഹിഷ്ണുതയോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കണ്ടത്. എന്നാൽ ആ കന്യാസ്ത്രീമാർ ജയിൽ മോചിതരായപ്പോൾ ഞങ്ങൾ അവിടെ നടത്തിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തര മന്ത്രിയും ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും അവിടെ നടത്തിയ ഇടപെടലിനെ അഭിനന്ദിക്കുവാനുള്ള മര്യാദ ആ പിതാവ് കാണിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കടന്നാക്രമിക്കുവാൻ ഡിവൈഎഫ്ഐ തുടർന്നാൽ അതിനെ BJP കൈയും കെട്ടി നോക്കി നിൽക്കില്ല. ഇവിടെ ഏതൊരു വിഷയത്തിലും BJPക്ക് അനുകൂലമായല്ല, യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറയുവാൻ ഇവിടെ എല്ലാ മതമേലധ്യക്ഷന്മാർക്കും അവകാശമുണ്ട്. BJPയുടെയും RSSൻ്റെയും കുഴലൂത്തുകാരായി കേരളത്തിലെ പിതാക്കന്മാർ മാറരുത് എന്നൊക്കെയുള്ള തരംതാഴ്ന്ന ഭാഷ അഭിവന്ദ്യ പിതാക്കന്മാർക്കെതിരെ ഡിവൈഎഫ്ഐ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അതിനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. BJPയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. അവിടെ ഡിവൈഎഫ്ഐ പിതാക്കന്മാരെ കടന്നാക്രമിക്കുന്നത് വഴി ഡിവൈഎഫ്ഐ ആരുടെ കൊള്ളൂത്തുകാരായി മാറുന്നു എന്ന് കേരള ജനത തിരിച്ചറിയണം. ഇവിടെ നമുക്കറിയാം, ക്രൈസ്തവ സഭ നടത്തിയ പ്രതിഷേധങ്ങളിൽ SDPI ഉൾപ്പെടെയുള്ള പാർട്ടികളും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യവിരുദ്ധ ശക്തികളും നുഴഞ്ഞു കയറി എന്ന് BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ആരോപണത്തെ SDPയെ ശരിവെക്കുകയും ചെയ്തു, ഞങ്ങൾ പോയി എന്ന്. അപ്പോൾ ആ അജണ്ട നടപ്പിലാകാതെ വന്നപ്പോൾ കേരളത്തിലെ BJP ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ആ കന്യാസ്ത്രീമാർക്ക് മോചനം നേടിക്കൊടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആ നിലപാട് അല്ലെങ്കിൽ ആ പ്രവൃത്തി കേരളത്തിൽ വിലപ്പോയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ അവർ ഡിവൈഎഫ്ഐ വിലക്കെടുത്ത് ക്രൈസ്തവ സഭയ്ക്ക് നേരെ ആക്രമണങ്ങൾ അയച്ചുവിടുകയാണ്. ഇതിനെ വളരെ ശക്തമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടി അവലംബിക്കുന്നു. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പിതാക്കന്മാരെ കുഴലൂത്തുകാരെന്ന് വിളിച്ച ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. മാത്രമല്ല, നിയോ മുള്ളറുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ വാക്ക് പറഞ്ഞത്. ഞങ്ങൾക്ക് ഡിവൈഎഫ്ഐയോട് പറയാനുള്ളത് ഇതാണ്, അതുതന്നെയാണ്. കോങ്കോയിൽ ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല. നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നപ്പോഴും നിങ്ങൾ മിണ്ടിയില്ല. ഛത്തീസ്ഗഡ് സംഭവം നടന്ന അതേ ദിവസങ്ങളിലാണ് കോങ്കോയിൽ IS ആക്രമണത്തിൽ 40 ക്രൈസ്തവർ മരിച്ചത്. നിങ്ങൾ മിണ്ടിയില്ല. കേരളത്തിൽ പാലായിൽ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് നേരെ ഇവർ കൊല വിളിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല. ഇവിടെ മുനമ്പത്ത് പാവപ്പെട്ട 610 കുടുംബങ്ങൾ അവരുടെ ജീവിതം നിലനിർത്തുവാനായി, അവരുടെ ജീവനും സ്വത്തും നിലനിർത്തുവാനായി പോരാട്ടം നടത്തിയപ്പോൾ നിങ്ങൾ അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചു, വഖഫിന് അനുകൂലമായി. നാളെ ഇവർ നിങ്ങളെയും തേടി വരും. അന്ന് നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കുവാൻ, അതിനെതിരെ സംസാരിക്കുവാൻ VSനെ പോലുള്ള നേതാക്കളെന്ന് നിങ്ങളോട് ഇല്ല എന്നുകൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇതിനു മുമ്പും പാമ്പ്ളാനി പിതാവിനെതിരെ തന്നെ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പിണറായി വിജയൻ സമാനമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്തിന്? നമ്മുടെ പോൾ ചിറ്റലപ്പള്ളി, താമരശ്ശേരി പിതാവ് പോൾ ചിറ്റലപ്പള്ളിക്കെതിരെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് പിണറായി വിജയൻ. ഇവർക്ക്
പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ നേരെ ഇവർ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ BJPയും DYFI CPM ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർക്കെതിരെ മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് DYFIയും CPMുമാണ്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം. ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങളെ വിമർശിക്കാം, ആർക്കും വിമർശിക്കാൻ ഒരു തെറ്റുമില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ, അത് BJPയോ RSSോ ചെയ്യുന്ന കാര്യങ്ങളെ ശരിയെന്ന് പറയുന്നവരുടെ വാ അടപ്പിക്കാൻ ശ്രമിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും.